കറുമുറ കഴിക്കാൻ പറ്റിയ നല്ല ചക്ക ചിപ്സ് ഇഷ്ടപ്പെടാത്ത മലയാളികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട അടിപൊളി സ്നാക്സ് തന്നെയാണ് ചക്ക ചിപ്സ്. അപ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് ഒരു ചക്കയൊക്കെ ഇട്ടിട്ട് ചക്ക ചിപ്സ് റെഡിയാക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെയൊക്കെ നല്ലോണം ചക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അപ്പോൾ നമുക്ക് നല്ല മൂത്ത ഇതിന് പാകമായൊരു ചക്കയൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ കോടാലി വെച്ചിട്ടാണ് കേട്ടോ ചക്ക വെട്ടുക. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വെട്ടുക. പിന്നെ അതാ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ അതിൻ്റെ ഓരോ ചുളയും വേർതിരിച്ചെടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി മാറ്റണം. അപ്പോൾ ഇത് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ മുറിച്ച് കളയണം. ഇതാ അപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ മുകൾ ഭാഗമല്ലേ, അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവിടെ ഒരു കട്ടിയുള്ള ഭാഗമാണ്, അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗവും നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഒരേ വേവിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം കളയുന്നത്. ഇതിപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നാൽ നമുക്ക് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കനം കുറഞ്ഞ രീതിയിൽ കിട്ടും. കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. ഇതെല്ലാം ഒരേ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടിംഗ് ബോർഡുമ്മ വെച്ചിട്ട് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാതും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ അതിൽ തെളിക്കാൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കലക്കി വെച്ചതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ഗ്യാസിൽ ചട്ടി വെച്ചിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ട് കണ്ട് നല്ല ചൂടാവുമ്പോൾ അതിലിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഏത് എണ്ണയിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം. പക്ഷേ ഇവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കണം. ഇത് നമ്മളെ വീട്ടിൽ തന്നെ എണ്ണ ആട്ടിയെടുത്ത എണ്ണയാണ്. അപ്പോൾ ആ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ട്രിപ്പായിട്ട് നമ്മൾ ഒരുമിച്ചിടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉപ്പും മഞ്ഞളും വെള്ളം കലക്കി വെച്ചതില്ലേ, അതും കൂടെ അതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് എല്ലാം പാടെ ഒരുമിച്ചായി പോവും. അതുകൊണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഓരോ ഭാഗങ്ങളാക്കി കുറേശ്ശെ ഞാൻ അതിലിട്ട് എണ്ണയിലെടുത്ത് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയില്ല, നല്ല ക്രിസ്പിയാണ്. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ എത്ര മാസം വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും കേട്ടോ. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തീയിൽ വേണം ഇട്ട് കൊടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് തീ ഇത്തിരി കൂട്ടി വെച്ചിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ആ ഒരു കുറഞ്ഞ തീയിൽ അതിൽ കടന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. ആ എണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോഴും തീ ഇത്തിരി കൂട്ടി വെച്ചിട്ട് വേണം കോരി എടുക്കാൻ കേട്ടോ. എന്നെങ്കിൽ ആ എണ്ണ നന്നായിട്ട് അതിന് വാർന്ന് പോരുള്ളൂ. വാർന്ന് പോരാന്ന് തന്നെയല്ലേ പറയാം, നമ്മളിവിടെയൊക്കെ അങ്ങനെ പറയാം. എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ എണ്ണ ഇല്ലാതെ കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കണ്ടോ, ഈ സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പേടിക്കാതെ കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയായ ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നമുക്ക് പേടിയില്ലാതെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വെക്കേഷനായ സമയത്ത് ചക്കൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. എൻ്റെ ചാനലിൽ ചെറിയ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.